ഇടത് വലതു മുന്നണികൾ കോൺഗ്രസും CPM-ഉം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എങ്കിൽ 2016 തെരഞ്ഞെടുപ്പ് മുതൽ ചില മണ്ഡലങ്ങളിൽ എന്തെങ്കിലും BJPക്ക് സ്വാധീനമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഏകദേശം 20ഓളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. ചില പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയല്ലെങ്കിലും പ്രധാനപ്പെട്ട A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് ചെറുതൊന്നുമല്ല, അലോസരപ്പെടുത്തുന്ന ഒരു ഘടകം. പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റും ന്യൂനപക്ഷ മോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന നോബിൾ മാത്യു പാർട്ടിയിലെ ഈ ചില സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നോബിൾ മാത്യു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. നോബിൾ മാത്യുവിന് കാഞ്ഞിരപ്പള്ളിയിൽ സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നോബിൾ മാത്യുവിന്റെ പാർട്ടിയിലെ ബദ്ധശത്രുവായ ജോർജ് കുര്യനെ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് കാഞ്ഞിരപ്പള്ളിയിൽ ജനവിധി തേടുന്നത്. ഇതോടെ ഇദ്ദേഹം പറഞ്ഞത്, നോബിൾ മാത്യു പറഞ്ഞത്, പാർട്ടിയിൽ പണിയെടുക്കുന്നവർക്ക് യാതൊരു വിലയുമില്ല, പാർട്ടിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരെ വെട്ടിമാറ്റുകയാണ്. ഗ്രൂപ്പ് പോരിന്റെ ഏറ്റവും അവസാനത്തെ പ്രത്യക്ഷ ഉദാഹരണമാണ് കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വമെന്നാണ്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലെ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം. ശ്രീലേഖയെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP കൊട്ടിഘോഷിച്ച ശ്രീലേഖയെ രംഗത്തിറക്കിയത് തിരുവനന്തപുരം നഗരത്തിന്റെ മേയറാക്കാമെന്ന വാഗ്ദാനത്തിലായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീലേഖ. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ 50 സീറ്റ് ലഭിച്ചപ്പോൾ എല്ലാവരും കരുതി ശ്രീലേഖ തിരുവനന്തപുരത്തിന്റെ മേയറാകുമെന്ന്. രാജീവ് ചന്ദ്രശേഖർ ആ ഒറ്റ പേര് മാത്രമാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്, മുൻ DGP ശ്രീലേഖ. എന്നാൽ പാർട്ടിയിലെ V മുരളീധരനും അതോടൊപ്പം തന്നെ K സുരേന്ദ്രനും അടങ്ങുന്ന പക്ഷം RSSനെ കൂട്ടുപിടിച്ച ശ്രീലേഖയെ വെട്ടി. അവിടെ പാർട്ടിക്ക് വേണ്ടി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പദമടക്കം അലങ്കരിച്ച VV രാജേഷിനെ മേയറാക്കണമെന്ന K സുരേന്ദ്രനെയും V മുരളീധരനെയും പിടിവാശിക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖരന് മുട്ടുമടക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ K മുരളീധരനെ പോലെയുള്ള കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ നേതാവ് മത്സരിക്കുന്ന, സിറ്റിംഗ് MLA VK പ്രസാദിനെ പോലെയുള്ള ഒരു നേതാവ് വീണ്ടും ജനവിധി തേടുന്ന ഒരു മണ്ഡലത്തിൽ ശ്രീലേഖയെ ബലിയാടാക്കി മത്സരിപ്പിച്ചിരിക്കുകയാണ്. തീർന്നില്ല പൂരം. കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം. BJPയുടെ ചാനൽ ചർച്ചകളിലെ തീപ്പൊരി പോരാളിയായിരുന്ന B ഗോപാലകൃഷ്ണൻ, അദ്ദേഹം അവിടെ ചുമരെഴുത്തടക്കം നടത്തിയതാണ്. എന്നാൽ ഗോപാലകൃഷ്ണന് സീറ്റില്ല. ആ സീറ്റ് 2020-ക്ക് നൽകിയിരിക്കുകയാണ് BJP നേതൃത്വം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉൾപ്പെടെ ശക്തമായ സംഘടനാ സംവിധാനവും സ്വാധീനമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ നഗരസഭയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. അവിടെ BJP വലിയ മുന്നേറ്റം സൃഷ്ടിക്കും. BJPയുടെ A+ മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ എന്നെല്ലാമായിരുന്നു നേതാക്കന്മാരുടെ അവകാശവാദം. ആ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാൻ എല്ലാ അവസാനവട്ട മിനുക്കുമണിയും പൂർത്തിയാക്കിയ ഗോപാലകൃഷ്ണനെ വെട്ടി 2020 സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാണ് NDA. BJPക്കകത്ത് വലിയ പടലപ്പിണക്കങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരത്തിന്റെ അധ്യക്ഷയായ കാസർഗോഡ് നഗര ജില്ലാ അധ്യക്ഷയായ BL അശ്വിനിക്ക് സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വലിയ അസ്വാരസ്യങ്ങളുണ്ട്. അവർ മഞ്ചേശ്വരം സീറ്റായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ അവിടെ മുതിർന്ന BJP നേതാവ്, മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K സുരേന്ദ്രനാണ് ഇത്തവണ ജനവിധി തേടുന്നത്. അദ്ദേഹത്തിന് ഏറെ സുപരിചിതമായ മണ്ണ് കൂടിയാണ് മഞ്ചേശ്വരത്തിന്റെ മണ്ണ്. അത്തരത്തിൽ BJPയിൽ സമാനതകളില്ലാത്ത പടലപ്പിണക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെ രസകരമായ ഒരു കാര്യം, കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥിയായി അവർ മത്സരിപ്പിക്കുന്ന മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിനെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നാലും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും, പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് വന്നാലും ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, നവ്യ മാത്രമേ മത്സരിക്കാനുള്ളൂ എന്ന ചോദ്യമാണ് ഇപ്പോൾ BJPയിലെ ചില ആളുകൾ തന്നെ ചോദിക്കുന്നത്. നേരത്തെ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥിരമായ ജനവിധി നേടുന്ന കൃഷ്ണകുമാറിനെ കുറിച്ചും BJP അണികളും നേതാക്കന്മാരും ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ നവ്യ ഹരിദാസിനെ കുറിച്ചും ചോദിക്കുന്നത്. എന്തായാലും BJP സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടം പുറത്തു വന്നപ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്.
ആ പൊട്ടിത്തെറി പാർട്ടി അണികൾക്കിടയിൽ അടക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ നിന്നുള്ള ആ പൊട്ടിത്തെറിയുടെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് കണ്ടറിയാം.